എന്റെ ദൈവമേ, KCB-യിൽ മര്യാദയ്ക്കൊരു ജോലി ഉണ്ടായിരുന്നതാ, അത് കളഞ്ഞു വിളിച്ചു. അതെങ്ങനെ? അവിടെ കിടന്ന് കുന്നൊളിപ്പ് കാണിച്ചാ പിന്നെ അവര് പറഞ്ഞു വിടത്തില്ല. ചോദിക്കാൻ ഇപ്പൊ ഒരു മോഹം തോന്നുന്നു. ഇനിയെങ്കിലും ഒന്ന് പെയ്യാതിരുന്നൂടെ? ഉണങ്ങിയ ഒരു അണ്ടർവെയർ ഇടാനുള്ള കൊതി കൊണ്ട് ചോദിക്കും. പറ്റില്ല അല്ലേ? അല്ലെങ്കിൽ തന്നെ ഇവിടെ വന്ന് അണ്ടർവെയർ ഇട്ടിട്ട് ആര് കാണാൻ? 24 മണിക്കൂറും ചാപ്പറമ്പിൽ കിടന്ന് ഇറങ്ങുന്ന എനിക്കെന്തിന് ചട്ടി? അയ്യോ അയ്യോ, എന്തായാലും വായിച്ചോണ്ടിരിക്കാം, സമയം പോകും. എന്തോന്നു കൊമ്പല്ലൊക്കെ ഉണ്ടല്ലോ. DRACULA, ഡോക്ടർ അക്കുള. എന്താ വായിച്ചേ? ഡോക്ടർ അക്കുള അല്ല, ഡ്രാക്കുള. അങ്ങനെ വായിക്കാമോ? അങ്ങനെ വായിക്കൂ. ഭയങ്കര വാശി തന്നെയല്ലേ, നമ്മളൊക്കെ ഇവിടെ ഉള്ളവരല്ലേ, അങ്ങ് കളയാത്. ഇതെന്തോന്നു? മലയാളം, ഇംഗ്ലീഷ് ഉണ്ടോ? മലയാളം വായിക്കാം. ഭൂതം, അത് മതി. ബ്രഹ്മദത്തൻ നോക്കി നിൽക്കേ, ഉടല് മുഴുവൻ കൈകളുള്ള രൂപമായി നീലി വളർന്നു. അവളുടെ കൈകളിൽ 2 കിലോ പുഴുകലരി, 1 കിലോ പഞ്ചാര, 2 കിലോ പച്ചരി, 3 ഓർ ആട്ട, 1 ലിറ്റർ മണ്ണെണ്ണ. ബ്രഹ്മദത്തൻ നീലി റേഷൻ കട പറഞ്ഞു വിട്ടു. ഈ അമ്മച്ചിരി ഒരു കാര്യം, റേഷൻ കാർഡൊക്കെ എടുത്ത് പുസ്തകത്തിന് ഒരുപാട് സമയമുണ്ട്. വെറുതെ എന്തിനാണ് ആ സമയമൊക്കെ മിസ് ചെയ്യുന്നത്? എനിക്ക് പഠിച്ചൂടെ? ഇഷ്ടംപോലെ സമയമുണ്ടല്ലോ. IAS-ന് പഠിക്കാം. IAS-ന് പഠിച്ച് കളക്ടർ ആവണം. അപ്പൊ പത്രത്തിലൊക്കെ വരും. അമ്പിളിക്കുട്ടൻ എന്ന മിടുക്കൻ സെമിത്തേരിയിലെ ജോലിക്കിടയിൽ പഠിച്ചു IAS കളക്ടറായി. കളക്ടർ അമ്പിളിക്കുട്ടൻ പഠിച്ചു കളയാം. കളക്ടർ IAS-ന് പഠിക്കാം. വെറുതെ എന്തിനാ നമ്മൾ സമയം കളയുന്നത്? ആ അമ്മ, ആ ആന, ഈ ഇല, ഈച്ച, ഊ ഊരൽ, ഊഞ്ഞാൽ, ടഫ. അമ്പിളിക്കുട്ടൻ IAS എന്ന സ്വപ്നം എന്നേക്കുമായി ഉപേക്ഷിക്കുന്നു. ആറാട്ടുകടവിങ്കൽ അരക്കപ്പ് വെള്ളത്തിൽ. അരക്കപ്പ് വെള്ളോ? എനിക്ക് കുളിക്കാൻ അരക്കപ്പ്. ഇയാൾ അണ്ടാവില്ല, ചരുവത്തിലാ ഒരു കുളി. അയ്യോ അമ്മേ. നമസ്കാരം. അതെ, ഈ വെള്ളം വെള്ളിട്ട് ഈ ടഫ് ടോൺ പിടിച്ച ജയറാമാവില്ല ആയുഷ്കാലത്തിന്. ഹലോ, ഇവിടെ എന്തിനാ വന്നിരിക്കുന്നത്? മനസ്സിലായില്ല. എന്തിനാ ഇവിടെ വന്നിരിക്കുന്നത്? അല്ല, വേറെ ഒന്നും ആരും ഇരുത്താറില്ല, അതുകൊണ്ട് അവിടെ വന്നിരിക്കുന്നത്. അതല്ല ചോദിച്ചത്, ഈ അസമയത്ത് ഇവിടെ വന്നിരിക്കുന്നതിന്റെ കാര്യം. എന്റെ പൊന്നു മനുഷ്യ, ഞാൻ ഇവിടുത്തെ വാച്ചറാണ്. ഹേ, പുതിയ വാച്ചറാണോ? അതെ അതെ. ഹലോ, ഞാൻ മിസ്റ്റർ ദാസ്, ശങ്കർ ദാസ്. ഞാൻ മിസ്റ്റർ കുട്ടൻ, അമ്പിളിക്കുട്ടൻ. ഓ, പരിചയപ്പെട്ട് സന്തോഷം. വന്ന കാലം നിൽക്കാതെ കിടക്കുവാ. കിടക്കാനോ? എഴുന്നേറ്റിട്ടോ. എന്തോ അങ്ങോട്ട് നീങ്ങി. എനിക്ക് ഈ കളർ എന്റെ സ്ഥിരമാണ്. എന്തോ കാണിച്ചില്ലേ, ഈ ചാട്ടം ഇപ്പൊ ട്രെൻഡാണ്. മോഹൻലാലിന്റെ തുടരും. അത് മോഹൻലാൽ ചാടിയെ തുടരും, നിങ്ങൾ ചാടിയെ തോടെ വരെ, അല്ലാതെ ഇരിക്കും, നമുക്കൊന്ന് പരിചയപ്പെടാം. അതെ, ഞാൻ ചോദിച്ചതേ, ഈ സമയത്ത് ഇവിടെ നിൽക്കാൻ പേടിയൊന്നും? എനിക്കെന്ത് പേടി? പേടിക്കാൻ വേണ്ട ഒരു ബുദ്ധി. അഖിലേടാ, ഞാനേ ഇപ്പൊ പഴയ അമ്പിളിക്കുട്ടനല്ല, പുതിയ അമ്പിളിക്കുട്ടനാണ്. പുതിയതാ? പുതിയത്? പുതിയ അമ്പിളിക്കുട്ടൻ. ശരി തന്നെ പറഞ്ഞാലും ശരി തന്നെ, കറക്റ്റ് ആയിട്ട് സ്റ്റിക്കർ പോലും ഇളകില്ല. പുതിയ അമ്പിളിക്കുട്ടൻ. അയ്യോ, കുപ്പി എടുത്തപ്പോ പറ്റിയതാ. അപ്പോഴേ നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. എനിക്കെന്ത് കുഴപ്പം? എനിക്കും ഇങ്ങനെ തന്നെയാണ്, ഒരു പേടിയില്ല. അതങ്ങ് പേടിയില്ലാത്ത എന്താ? അത് പറഞ്ഞാൽ നെട്ടുവോ? ഇല്ല, ഞെട്ടൂല. പേടിക്കില്ലല്ലോ? ഇല്ല. ഉറപ്പാണല്ലോ? ഞാൻ ഒരിക്കൽ മരിച്ചതാണ് സുഹൃത്തേ. മരിച്ചെന്ന് പറഞ്ഞിട്ടൊന്ന് ഞെട്ടുകയോ അയ്യോ എന്ന് വിളിക്കുകയോ എന്തെങ്കിലും വായുമ്പോളം നീക്കണാണ്. മറന്നുപോയി അയ്യോ എന്ന് വിളിക്കാൻ. ഒന്നുകൂടെ പറഞ്ഞ ഇനി ഒന്നുകൂടെ വേണ്ട, ഒന്നുകൂടെ ഇങ്ങനെ അങ്ങ് പോയാൽ മതി, ഒരു കുഴപ്പമില്ല.
അതല്ല ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് വേറെ ജോലിയൊന്നും കിട്ടിയില്ലേ? നിങ്ങൾക്ക് ജോലി ഉണ്ടായിരുന്നു എനിക്ക്. ഉണ്ടായിരുന്നോ? എനിക്ക് KSEB ജോലി ഉണ്ടായിരുന്നു. ആ. അവിടെ തന്നെ പറഞ്ഞു വിട്ടു. അങ്ങനെ ഇവിടെ വന്നിരുന്നേ. കേസ് ജോലി ജോലി ഉണ്ടായിരുന്നു. പറഞ്ഞിട്ട് എങ്ങനെ? പറഞ്ഞു വിട്ടേന്ന് വെച്ചാല് അവിടെ നിന്നൊരു ഫീസ് എടുത്ത് ഞാനൊന്ന് കുത്തി. അതിന് അവര് പറഞ്ഞു വിട്ടു. ഫീസ് കുത്തി എന്ന് പറഞ്ഞ ഇതുവരെ ഒരു KSB ആരെയും പറഞ്ഞു വിട്ടിട്ടില്ല. അത് ചുമ്മാ. അത് പിന്നെ ലൈൻമാൻ പോസ്റ്റിന് വേണ്ടി ഇരുന്ന ഫീസ് എടുത്ത് കുത്തിയാ പറഞ്ഞു കൊടുത്തില്ല. ചിലപ്പോ അഴിയും കിട്ടും. ഓ, അങ്ങനെ വേറെ ജോലിയൊന്നും നോക്കിയില്ല? വേറെ ജോലിയൊന്നും നോക്കിയില്ല. പിന്നെ ഇതായി ഇവിടെ പിന്നെ ഈ സുൽത്താൻ ബത്തേരിയിൽ അങ്ങ് കൂടി. സുൽത്താൻ ബത്തേരിയ? അല്ല, ഇതിന്റെ പേരെന്തിനാണ്? സെമിത്തേരി. എന്തൊക്കെയാണ് ഈ പറയുന്നത്? അല്ലേ പുള്ളിയെ പരിചയമില്ലല്ലേ? ഇല്ല. യോ ഇതൊക്കെ ചെറുത്, നീ എന്തെല്ലാം പുറകെ വരാതിരിക്കുന്നു. അതുപോലെ ഓരോന്ന് പറഞ്ഞ് നിങ്ങളെ കൊല്ലു അവൻ. ചുമ്മാ വെറുതെ പറയാം, അസൂയ കൊണ്ട് പറയുന്നത്. കുഴപ്പമില്ല, നിങ്ങൾ എന്തായാലും ഇരിക്കും, ഇവിടെ ഇരിക്കും. അതെ, സംഭവം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ മരിച്ചവരെ നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല, ജീവിച്ചിരിക്കുന്നവരെയാണ് പേടിക്കേണ്ടത്. കറക്റ്റ്, അവരല്ലേ നമ്മളെ സ്കിറ്റ് കാണുന്നത്. അതല്ല, മരിച്ചവരെ നമ്മൾ പേടിക്കേണ്ട ആവശ്യമേ ഇല്ല, ജീവിച്ചിരിക്കുന്നവരെയാണ് നമ്മൾ പേടിക്കേണ്ടത്. ഓ, ഫിലോസഫി വഴി കോമഡി കയറുന്നത്. ഒന്നുമില്ലെങ്കിൽ അതിലെങ്കിലും പിടിക്കാല്ലേ. അത് നമ്മളെ എന്ന് വെച്ചാൽ നമുക്ക് മരണം എന്ന് പറയുന്നത് ഒരു രംഗബോധം ഇല്ലാത്തൊരു കോമാളിയാണ്. കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. ആദ്യം പറഞ്ഞ രണ്ടെണ്ണം കേട്ടിട്ടില്ല, അവസാനം പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഏത് കോമാളി? അതെങ്ങനെ കേട്ട്? എല്ലാരും എന്നെ അങ്ങനെയല്ലേ വിളിക്കുന്നത്. മരണം എന്ന് പറഞ്ഞ ഒരു പ്രഹേളികയാണ്. നിങ്ങൾക്ക് ഇപ്പൊ എന്നെ കാണാൻ പറ്റുന്നുണ്ടല്ലേ? കാണാൻ പറ്റുന്നുണ്ട്. അതാണ് എനിക്കൊരു സംശയം. നിങ്ങൾ പ്രേതമായിട്ട് എനിക്ക് നിങ്ങളെ കാണാൻ പറ്റും. ചില ഇച്ഛാശക്തിയുള്ള പ്രേതങ്ങൾക്ക് നമുക്ക് അവരെ കാണാൻ പറ്റും. അപ്പൊ ഇവിടെ വേറെ പ്രേതങ്ങളൊക്കെ ഉണ്ടാ? ഒരുപാടുണ്ട്. ഇവിടെ മൊത്തം പ്രേതങ്ങളില്ലേ? എങ്ങനെ അറിയാൻ പറ്റും? അത് നിങ്ങളുടെ കയ്യിൽ മൊബൈൽ ഉണ്ടോ? മൊബൈലുണ്ട്. അവിടെ ഒരു സെൽഫി എടുത്ത് നോക്കി. ഇവിടുന്ന് എടുത്ത് ഇനി അത് ഓപ്പൺ ചെയ്യ്, നോക്ക്. പേടിക്കണ്ട. പേടിപ്പിച്ചതല്ല, ഇതല്ലേ നമുക്ക് പരിചയമുള്ള കൂട്ടുകാരാണ്. ഇത് സനീഷ് പ്രേതം, ഇത് ഷാൻ പ്രേതം, ഇത് രാജേഷ് പ്രേതം. ഇയാളെ എനിക്കറിയാം. എന്റെ വീടിന്റെ അടുത്തുള്ള ഈ സനീഷ് പ്രേതം ഒരു അസാധാരണ മനുഷ്യൻ. ഒരു അസാധാരണത്വം ഇല്ല. എല്ലാരെ പോലെ തന്നെ മൂക്കി കൂടെ ശ്വാസം എടുക്കും, വായി കൂടെ വിടും. ഒരോട്ടം എടുത്തിട്ട് കിട്ടിയില്ല. ഓക്കെ, നിങ്ങൾ പേടിക്കണ്ട. അത് നമ്മൾ മരിച്ചവരെ പേടിക്കേണ്ട കാര്യമില്ലെന്ന് ഒരു വിഷയമില്ല. അവരെ നിങ്ങളെ ടീമായിട്ട് നിങ്ങൾക്ക് പറയാം. അങ്ങനെയൊന്നും അല്ലെന്ന്. നമ്മൾ മരിച്ചവരെ പേടിക്കേണ്ട ആവശ്യമില്ല, ജീവിച്ചിരിക്കുന്നവരെ പേടിക്കണം, അത്രേ ഉള്ളൂ. പിന്നെ വേറൊരു കാര്യം, നിങ്ങൾ ഇവിടെ നീ മഞ്ഞ് കൊള്ളേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഒരു കാര്യം ചെയ്യും, വീട്ടിലോട്ട് പൊക്കോ. പോകുന്ന വഴിക്ക് ഒരു ആന്റിബയോട്ടിക് ഗുളിക വാങ്ങി വീട്ടിൽ കൊണ്ടുപോയി കഴിക്കുക. എന്താ ഗുളിക? ആന്റിബയോട്ടിക്. അതുകൊണ്ട് എന്റെ വീട്ടിൽ പോകാൻ പറ്റത്തില്ല. അതെന്ത്? എന്റെ മാമൻ ഭയങ്കര ഞരമ്പാണ്. അന്നെ ഒരു ദിവസം ഞങ്ങൾ മുളയിൽ കാക്ക ഓടിക്കാൻ വേണ്ടി കറുത്ത തുണി ചുറ്റി. അതിന്റെ അടുത്ത് എന്ന് പറയണം, മോളൂസ് എന്താ പേര്, നമ്പർ തരും. മുളയുടെ കൂടെ അത്രയ്ക്ക് വൃത്തികെട്ടവനാ. അത് തൊട്ട് ബന്ധമില്ല, ഇത് ഗുളിയാണ് സുഹൃത്തെ. ആ ഗുളിയുടെ പേരെന്താണ്? ആന്റിബയോട്ടിക്. അതിനകത്തൊരു ആന്റി ഉണ്ടോ? ആ ഗുളി അവന്റെ മുമ്പിൽ കൊണ്ടുവച്ചാൽ 12 പീസ് ആക്കുമോ? ചിലപ്പോ അവൻ ചവച്ചരച്ച് തിന്നു. അത് അത്രയ്ക്ക് ക്രൂരനാണല്ലേ? എന്റെ മാമിയെ കൊന്നു കളഞ്ഞില്ലേ? മാമനാ? പിന്നെ മാമി ഒരു ആശുപത്രി കിടന്നു. ഡോക്ടർ വന്ന് പറഞ്ഞു, അറിയിക്കേണ്ടവരൊക്കെ അറിയിച്ചോ, ആള് ക്ലോസ് ആയിരുന്നു. അങ്ങനെ അടക്കത്തിന് കൊണ്ടുവന്ന് മാമി ചാടി എണിച്ച് പറയണു, ചേട്ടാ ഞാൻ മരിച്ചിട്ടില്ലെന്ന്. ജീവൻ വന്നല്ലേ? അപ്പൊ ഈ തെണ്ടി പറയാണ്, MBBS പഠിച്ച ഡോക്ടർ പറയുന്നത് വിശ്വസിക്കണോ, പത്തി തോറ്റ നീ പറയുന്നത് വിശ്വസിക്കണോ? നീ ചത്തു എന്ന് പറഞ്ഞ് മടലെടുത്ത് തലക്കൊരടി, അവിടെ തീർന്നു. അങ്ങനെയുള്ള വീട്ടുകാരാണല്ലേ? വളരെ വളരെ ഭയാനകം തന്നെ കേട്ടോ. ഓരോന്ന് കേൾക്കുമ്പോ നമ്മൾ സത്യം പറഞ്ഞ നേരത്തെ മരിച്ചു തന്നെ നല്ലതെന്നാണ് വേണം പറയാം. അല്ല, ഞാൻ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ ഇവിടെ നിന്ന് മഞ്ഞുകൊണ്ട വല്ല കാര്യം ഉണ്ടാവും. ഞങ്ങൾ ഈ ശവങ്ങൾ ആര് മോഷ്ടിച്ചോണ്ട് പോകാനാണ്? വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങ്. അയ്യോ, എനിക്ക് വീട്ടിൽ കയറാൻ ഒക്കത്തില്ല. അതൊന്ന് വീട്ടിൽ കയറാൻ പറ്റുന്നത്? മരത്തിന്റെ മുകളിലാണോ വീട്? നിങ്ങൾ എങ്ങനെയാ മരിച്ചെന്ന് എനിക്ക് മനസ്സിലായി. ഏതോ മാട്ട മിമിക്രി ട്രൂപ്പിലുണ്ടായിരുന്നല്ലേ? അല്ല. പിന്നെ കോമഡി മാസ്റ്റേഴ്സിന്റെ ഓഡിഷൻ വന്നിട്ട് കിട്ടാതെ മനോവിഷമത്തെ ആത്മഹത്യ ചെയ്താണോ? അല്ല. പിന്നെ എങ്ങനെ നിങ്ങൾ മരിച്ചേ? അത് വലിയൊരു കഥയാണ്. കഥ പറയല്ലേ? ഞാൻ ഇത് കണ്ട, ഈ സാധനം കണ്ടോ? എന്തോന്ന് ഇത്? വേറെ ഏതാ ടീം ഒന്ന് കഥ അടിച്ചിട്ടേ അത് കേൾക്കാതെ വലിഞ്ഞ് നാശമായി ഫ്ലോറിൽ കിടക്കുന്നു. ഭാഗ്യത്തിന് നമ്മൾ പറഞ്ഞ ഒരു കഥയും വലിഞ്ഞിട്ടില്ലല്ലേ? ആര് പറഞ്ഞു? ആ കൗണ്ടർ വെച്ചാണ് നമ്മളെ എഡിറ്റർ അവരെ വീട്ടിൽ അശ കെട്ടിയേക്കുന്നത്. അജയുണ്ടെന്നറിയാമോ? ഈ കോമഡി മാസ്റ്റേഴ്സിന്റെ ഫ്ലോർ ഇല്ലേ, നമുക്ക് ഈ കല്ലറയ്ക്ക്, ഈ സെമിത്തേരിക്ക് തന്ന ഒരു ചെറിയൊരു സംഭാവനയാണ് ഇത്. ഈ കല്ലറ കോമഡി മാസ്റ്റേഴ്സ് തന്നത് എന്നെ. അതെ. ഇതിനകത്ത് എന്താണ്? ഇതിനകത്ത് ശവശരീരമൊന്നുമില്ല. ഇത് ലോകത്തിലെ ആദ്യത്തെ പ്രോപ്പർട്ടി കല്ലറയാണ്. ഈ കോമഡി മാസ്റ്റേഴ്സിലുള്ള കുട്ടിയാകില്ലേ, അപ്പം പറയണ കൗണ്ടറും കഥയിലും ഇതിനകത്താണ് അടക്കിയിരിക്കുന്നത്. അതിനകത്ത് ഇറങ്ങി പോവും. കോമഡി മാസ്റ്റേഴ്സിലെ അവിടെ നോബി ഇല്ലേ? നോബി അവിടെ ഉണ്ട്, അപ്പുറത്തെ തിയേറ്ററിലും ഉണ്ട്. എന്തോന്നു? ഡോൾബി. കുട്ടിയാക്കലിന്റെ ഒരു കൗണ്ടർ പുറത്തിറങ്ങി എടുക്കരുത്. എല്ലാവരും വെളിയിൽ ചാടി നമുക്ക് ജീവിക്കാൻ പറ്റില്ലെന്ന്. പിന്നെ എനിക്ക് ഒരു കാര്യം ചോദിക്കാനുണ്ടേ. എന്താണ്? നിങ്ങൾ ഈ മരണാനന്തര ജീവിതമൊക്കെ എങ്ങനെയാണ്? അത് ഒരു മിനിറ്റ്. മരണാനന്തര ജീവിതം മരണാനന്തര ജീവിതം ഇത് എന്റെ വായിൽ നിന്ന് തന്നെ വന്നത്. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. മരണാനന്തര ജീവിതം കൊള്ളാം. മരണാനന്തര ജീവിതം അടിപൊളി. ഞാൻ ഞങ്ങളുടെ മരണാനന്തര ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എല്ലാം സമാധാനമാണ്. ആരുടെ ശല്യമില്ല. യഥേഷ്ടം ഇവിടെ വേണമെങ്കിലും സഞ്ചരിക്കാം. ഒരു ജോലിക്കും പോണ്ട. സമാധാനം മാത്രം. ഞാനിവിടെ അങ്ങോട്ട് വരട്ടാ? അയ്യോ, കൊണ്ടുപോവല്ലേ.
ഇവിടെ എല്ലാവരെയും സമാധാനം കളഞ്ഞിട്ടാണ് അവൻ നിൽക്കണത്. അങ്ങോട്ട് കൊണ്ടുപോയി നിങ്ങളെ സമാധാനം പോകും. കൊണ്ടുപോലും ചെറിയ സഭാണി ഉടനെ ഇങ്ങോട്ട് വരുത്തൂല്ലേ ആൾക്കാര്? ആ മിക്കവാറും ഇവൻ അങ്ങോട്ട് വരുത്താനുള്ള സാധ്യത ഉണ്ടായിരുന്നെങ്കിലും. അങ്ങനെ വെറുതെ ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. അതായത് ആഗ്രഹം മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, മരിച്ചാലേ ഇവിടെ വരാൻ പറ്റുള്ളൂ. പക്ഷെ മരണം എന്ന് പറയണമെന്ന് വെച്ചാൽ നമുക്ക് ഭയങ്കര രസമാണ്. മരണം ഭാഗ്യവാന്മാരായിരിക്കണം. മരണത്തിനെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. പോക്കറ്റിൽ എന്താ നടക്കുന്നത്? ഒരു സേർട്ട് വരുമോ? ആ വേണ്ട, നിങ്ങൾ വലിക്കണ്ട. ചിലപ്പോ ശീലവും, ചിലപ്പോൾ അസുഖം വന്ന് ചത്തുവും. വേണ്ട. ഇനിയാ അതല്ല ഈ ക്യാരറ്റ് കൂടെ കൊണ്ടുവച്ചു. ക്യാരറ്റ് ഇതിന് കാര്യമുണ്ട്. അതെങ്കിലും എടുത്ത് കഴിച്ചുകൂടി? വേണ്ട വേണ്ട. എന്തിനാണിത് ഇതിങ്ങനെ ഇട്ടോണ്ടിരിക്കണം. അതെന്തിനാണ്? നമ്മളെ ഡയറക്ടർ സാർ പറഞ്ഞായിരുന്നു, എന്ത് ചെയ്താലും എന്ത് കളിച്ചാലും ക്യാരറ്റ് കയ്യിൽ നിന്ന് പോരുന്നു. സുഹൃത്തെ, ക്യാരക്ടർ എന്നാണ് പറഞ്ഞത്. ഞാൻ പിന്നെ ഉരുളക്കിഴങ്ങാണ് പറഞ്ഞത്. അതാണ് സാർ പറഞ്ഞത്. ഇയാളെന്നും പറഞ്ഞ് പഠിപ്പിക്കാൻ ഞാൻ ആളല്ല. ഒരു കാര്യം പറഞ്ഞുതരാം. മരണത്തിനെ കുറിച്ചൊരു സംഭവം പറഞ്ഞില്ലേ? മരണം എന്ന് പറഞ്ഞാൽ ഭാഗ്യവാന്മാർക്ക് വരണം മരണം. എങ്കിൽ നമുക്ക് സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റും. ഭാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉറക്കത്തിൽ ആരും അറിയാതെ, ഒന്നും അറിയാതെ, ഒരു ബുദ്ധിമുട്ടും അറിയാതെ മരിക്കുന്നവരാണ് ഭാഗ്യവാന്മാർ. എന്റെ അച്ഛൻ അങ്ങനെയാണ് മരിച്ചത്. ഭാഗ്യവാൻ. അയ്യോ, അച്ഛൻ ഉറക്കത്തിൽ ഒന്നും അറിഞ്ഞില്ല, ഭാഗ്യവാൻ അങ്ങ് മരിച്ചു. നല്ല ഭാഗ്യം. അതാണ് പുണ്യം ചെയ്ത ജന്മങ്ങൾ എന്ന് പറയുന്നത്. സുഖമരണം. ചിലരുണ്ട് കിടന്ന് കാറി കൂവി വാളം വയ്ക്ക് നാട്ടുകാരെയൊക്കെ അറിയിച്ചിട്ട് മരിക്കും. അങ്ങനെ ബഹളം ഉണ്ടാക്കി മരിച്ച ആരെങ്കിലും അറിയാമോ? അറിയാം. ആരാണ്? എന്റെ അച്ഛൻ ഓടിച്ച ബസ്സിലെ യാത്രക്കാര്. അച്ഛൻ എന്ത് ജോലി? അച്ഛൻ ബസ് ഡ്രൈവർ. അച്ഛൻ ബസ് ഓടിച്ചോണ്ടിരുന്നപ്പോ ഉറങ്ങിപ്പോയി. അതാ കൊക്കെ കൊണ്ട് ഇറങ്ങി. അച്ഛൻ ഉൾപ്പെടെ എല്ലാം തീർന്നു. നിങ്ങളുടെ അച്ഛൻ ഏത് റൂട്ടിലാണ് ബസ് ഓടിക്കുന്നത്? വെഹളിപുരം. വെളിപുരം. അച്ഛന്റെ പേരെന്താണ്? സദാനന്ദൻ. കേട്ടില്ലേ? സദാനന്ദന്റെ സമയം. അച്ഛന്റെ സമയം അന്നായിരുന്നു. മഹാബാബി, നിന്റെ തന്ത ഓടിച്ചിരുന്ന ബസ്സിലൊരു യാത്രക്കാരനായിരുന്നടാ ഞാൻ. ഞാനും അങ്ങനെയാണ് മരിച്ചത്. തന്ത എന്നെ കൊന്നത്. അപ്പൊ മോനും കൂടെ വീണ്ടും കൊല്ലാൻ വേണ്ടി വന്നിരിക്കും. എന്തോന്ന് അനിയാ, കൊല്ലല്ലേ? ഞാൻ ഒരു കാര്യം ചെയ്യും. എന്നെ എല്ലാരും ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നു, എന്നെ എല്ലാരും കുറ്റപ്പെടുന്നു. നോക്കിയോ, ഞാൻ ആത്മഹത്യ ചെയ്തിട്ട് നിങ്ങൾ അടുത്ത് വരും. ആത്മഹത്യ എന്നൊരു ചിന്ത മാത്രം മനസ്സിൽ വരരുതേ. ഞങ്ങൾ കുറച്ചുകാലം കൂടെ സമാധാനമായിട്ട് ജീവിച്ചോട്ടെ എന്റെ പൊന്നനിയാ. ക്ലൈമാക്സ് മ്യൂസിക് ഇടല്ലേ? ഒരു മിനിറ്റ്. അയ്യോ വിളിച്ചത് നേരത്തെ പ്രേതം എന്ന് പറഞ്ഞപ്പോ ഞാൻ വിളിക്കാൻ മറന്നുപോയില്ലേ? റൂമിൽ ചെന്നിട്ട് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. ഇല്ല, ഇത് ഇങ്ങനെ മിച്ചം വെച്ചിരുന്നാലേ വീട്ടിൽ ചെന്നാ ഉറക്കം വരത്തില്ല. അടുത്ത ഷെഡ്യൂൾ വരെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കും. അയ്യോ മിസ്സായെന്നും പറഞ്ഞു. ഒന്നും തോന്നല്ലേ? ഒന്നും തോന്നരുത്, ഞാനാണ് പറയേണ്ടത്. ക്ലൈമാക്സ് ആണ്. ക്ലൈമാക്സ് പഞ്ചിന് വേണ്ടി മാത്രം. കോമഡി